ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ട് നമ്മളെ എഗ് ബജ്ജിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഇപ്പം ഞാൻ ഒരു പാത്രം എടുത്തിക്കണ്, കുറച്ച് കടലമാവ് എടുത്തിക്കണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കടലമാവ് എടുക്കുക. ഏകദേശം ഒരു 1.5 കപ്പ് കടലമാവ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കടലമാവ് എടുത്തിക്കണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് കടലമാവാണെങ്കിൽ 1/2 കപ്പ് മൈദപ്പൊടി പകുതി ആക്കി ഇട്ടാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാൻ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കണ്ടേ. അത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഇട്ടോളൂ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉണ്ടാകും. പിന്നെ കുറച്ച് നുള്ള പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നല്ല ഇതിൽ കുറുന്നനായിട്ട്, വെള്ളം കൂടി പോകാനൊന്നും പാടില്ല കേട്ടോ. നല്ല തിക്നെസ്സിൽ, നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സിയിലിട്ടടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. കുറച്ച് നമുക്ക് ഈ മാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ട് കുറച്ച് മിക്സി ഇട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി ഇതാവുമ്പോൾ ശരിക്കും കണ്ട് ബാറ്റർ, നമ്മളിപ്പോൾ എന്ത് മുളക് ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലും എഗ് ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ബാറ്റർ ഒന്ന് കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും ബാറ്റർ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ അത്രയും സൂപ്പറാണ്. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായി വരും കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി, തേങ്ങ, പച്ചമുളക്, ചപ്പ് പുതിനയില്ല, അത് ഉപ്പിട്ടിട്ട് ഒന്ന് ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഉണ്ണി ഞാൻ മാറ്റിയിട്ട് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചമ്മന്തിയും മുട്ടേൻ്റെ ഉണ്ണിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കണ്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആ ഉണ്ണി പോകുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ചമ്മന്തി കൂട്ടില്ലേ, മുട്ടയും കൂടി കൂട്ടിയിട്ടുള്ള ചമ്മന്തി കൂട്ട്, അതും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പുണ്ടാകുന്നത് ജസ്റ്റ് നോക്കണേ, ഉപ്പ് കുറവുള്ളൊരു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുക്കണം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അത്രയ്ക്ക് എരിവില്ല, ഇനി കുട്ടികൾക്കൊക്കെ തിന്നാൻ കഴിയുന്ന പോലെ തന്നെ ഉള്ളത്. അപ്പം നല്ല എരിവ് വേണമെന്ന് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഉണ്ണി പോയില്ല, അതിൻ്റെ ഉണ്ണി എടുത്ത ഭാഗത്തേക്ക് വെച്ചെടുക്കട്ടെ. ഇതുപോലെ വെച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ചമ്മന്തി ഇതുണ്ടാക്കി നോക്കി, എഗ് ബജ്ജി ഉണ്ടാക്കി നോക്കി, ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇതുപോലെ ഉണ്ടാക്കണ കണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് കാണുന്നവരാണ്, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിലേക്ക് ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുട്ട എടുത്തിട്ട് മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ കയ്യിലേക്ക് വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി. നമ്മളെ സോസ് കൂട്ടി പിള്ളേർക്ക് തിന്നണം, അങ്ങനെ സോസ് കൂട്ടി തിന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല സൂപ്പർ അത് നല്ല ബ്രൗൺ കളറായിട്ട് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ അങ്ങനെ ബാക്കിയുള്ള മുട്ടകളൊക്കെ ഞാൻ അതുപോലെ അങ്ങനെ മാവിൽ മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പൊരിക്കണം എല്ലാവർക്കും അറിയണമല്ലോ, ഒന്ന് കാണിച്ചു തന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങൾ നമ്മളെ മുട്ട ബജ്ജിൻ്റെ ഇത് കണ്ട. നെക്സ്റ്റ് വീഡിയോയുമായി ഉടൻ വരാം.